السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. മനുഷ്യരാകുന്ന നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരാണ്. എല്ലാ ദിവസവും സന്തോഷവും സമാധാനവും ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യജീവിതത്തിൽ ഉള്ള ഒരു കാര്യമല്ല. സന്തോഷവും ഉണ്ടാവും, സന്താപവും ഉണ്ടാവും, ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. എന്നാൽ വെറും ദുഃഖത്തിൽ മാത്രം കഴിയേണ്ടുന്നൊരവസ്ഥ അത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. വിഷമങ്ങളൊക്കെ മാറി മനസ്സിന് സന്തോഷം ലഭിക്കുക, സമാധാനം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രതിസന്ധികൾ നമ്മളെ പിടികൂടുന്നത് പല നിലക്കാവാം. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാവാം. കടങ്ങളൊക്കെ വാങ്ങിയത് വീട്ടാൻ മാർഗമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും. അതുപോലെ തന്നെ ദുസ്വഭാവിയായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, കുടുംബത്തിൽപ്പെട്ടവർ, ഇവരെ കൊണ്ടൊക്കെ മാനസികമായ വലിയ പ്രയാസങ്ങൾ നേരിടുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ജീവിതമാർഗത്തിൽ വഴിമുട്ടി ജോലിയില്ലാതെ, ചെയ്യുന്ന ബിസിനസ്സിൽ ബറക്കത്തില്ലാതെ, പുരോഗതിയില്ലാതെ, കൃഷിയെല്ലാം നഷ്ടം വന്നുകൊണ്ട് ഇങ്ങനെ പല നിലക്കും നമ്മെ പ്രതിസന്ധികൾ പിടിപെടാറുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാൻ ഹബീബായ സയ്യിദുൽ വുജൂദ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നടത്തിയിരുന്നൊരു പ്രാർത്ഥന, അത് നാം മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് അങ്ങേയറ്റം വിനയത്തോടുകൂടെ അടുത്തുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ കൊണ്ട് തൗബ കൊണ്ടടുത്ത് ഈ പ്രാർത്ഥന നടത്തുക വഴി നമ്മുടെ ഏത് പ്രതിസന്ധിയും ഏത് വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം അള്ളാഹു തആല മാറ്റി സന്തോഷവും സമാധാനവും റാഹത്തുമുള്ളൊരു ജീവിതം നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. അതിനെ മനസ്സറിഞ്ഞ് റബ്ബിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടെ എൻ്റെ റബ്ബി എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ ഈ പ്രയാസങ്ങൾ, ഈ പ്രതിസന്ധികളൊക്കെ അള്ളാഹു മാറ്റി എനിക്ക് സന്തോഷം നൽകും എന്നുള്ള ആ അടിയുറച്ച വിശ്വാസത്തോടുകൂടെ റബ്ബിനോട് നാം നമ്മുടെ വിഷയങ്ങൾ അള്ളാഹുവിനോട് പറയുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പരിഹാരമുണ്ടാവുക തന്നെ ചെയ്യും. മഹാനായ ഇമാം ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ വഴി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രാർത്ഥന പറയുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതുഹു സഹില വ അൻത തജ്അൽ ഹസന ഇദാ ശിഅത സഹില. ഇതാണ് ആ പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ സഹില ഇല്ലാ മാ ജഅൽതുഹു സഹില, അല്ലാഹുവേ, നീ എളുപ്പമാക്കിയ കാര്യമല്ലാതെ വേറൊന്നിലും എളുപ്പമുണ്ടാകുകയില്ല. എല്ലാം കണക്കാക്കുന്നവൻ റബ്ബാണ്. ഏതൊരു കാര്യം എളുപ്പം നൽകുന്നവൻ, അതിൽ ഞെരുക്കം നൽകുന്നവനും എല്ലാം റബ്ബാണ്. അപ്പോൾ അല്ലാഹുവേ, നീ എളുപ്പമാക്കിയ കാര്യങ്ങളിലല്ലാതെ ഒരു എളുപ്പവും ഉണ്ടാവില്ല. വഅൻത തജ്അൽ ഹസന ഇദാ ശിഅത സഹില, ഏത് പ്രതിസന്ധിയും ഏത് ദുഃഖവും ഏത് പ്രയാസവും ഏത് വിഷമവും അത് നീ വിചാരിച്ചാൽ അതെല്ലാം എളുപ്പമാക്കാൻ ഇത്ര എളുപ്പമാണ് അല്ലാഹുവേ എന്ന റബ്ബിൻ്റെ ആ ഖുദ്റത്ത് അത് നാം അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് നാം അത് പറയുമ്പോൾ തീർച്ചയായും അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ മാറ്റി സന്തോഷവും സമാധാനവും റാഹത്തുമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യും. അള്ളാഹു അത്തരക്കാരൻ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.